ദൈവത്തിനു സ്തുതി. അയനടവ കനഗ്രേസ് വിത്ത് നവധയിലേക്ക് സ്വാഗതം. ഞാൻ റൂത്ത്. ഇന്ന് നിങ്ങൾ എന്നോട് ചേർന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നമുക്ക് ഒരു പ്രാർത്ഥനയോടെ തുടങ്ങാം. സ്വർഗസ്ഥനായ പിതാവേ, ഇന്ന് ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ നിമിഷത്തിൽ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ ക്ഷണിക്കുന്നു. അങ്ങയുടെ വചനം സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും തുറക്കേണമേ. അങ്ങയുടെ കൃപ ഞങ്ങളുടെ ജീവിതങ്ങളിൽ സമൃദ്ധമായി ഒഴുകുമാറാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഇന്നത്തെ സന്ദേശം ദൈവകൃപയുടെ ശക്തിയെക്കുറിച്ചാണ്. കൃപ എന്നത് നമുക്ക് യോഗ്യതയില്ലാതെ ലഭിക്കുന്ന ദൈവപ്രീതിയാണ്. അതായത്, നമുക്ക് അർഹതയില്ലെങ്കിൽ കൂടി നമുക്ക് ലഭിക്കുന്ന അവിടുത്തെ സ്നേഹവും കരുണയും സഹായവുമാണത്. 2 കൊരിന്ത്യർ 12:9 ബൈബിൾ നമ്മെ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു: എന്റെ കൃപ നിനക്കു മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞുവരുന്നു. അപ്പസ്തോലനായ പൗലോസിനെക്കുറിച്ച് ചിന്തിക്കുക. പൗലോസ് വലിയ പരീക്ഷണങ്ങളും പീഡനങ്ങളും ശാരീരിക പ്രയാസങ്ങളും നേരിട്ടുവെങ്കിലും ദൈവകൃപയാണ് അദ്ദേഹത്തെ താങ്ങി നിർത്തിയത്. തനിക്ക് സ്വന്തമായി ജയിക്കുവാൻ കഴിയില്ലെന്നും എന്നാൽ ദൈവകൃപ തന്നെ ശക്തനാക്കിയെന്നും തന്റെ ലേഖനങ്ങളിൽ പൗലോസ് തുറന്നു സമ്മതിക്കുന്നു. നാം ദൈവകൃപയിൽ ആശ്രയിക്കുമ്പോൾ അസാധ്യമെന്നു തോന്നുന്ന വെല്ലുവിളികളെപ്പോലും അതിജീവിക്കാൻ നാം പ്രാപ്തരാകുമെന്ന് അദ്ദേഹത്തിന്റെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു ഉദാഹരണമാണ് ദാവീദ് രാജാവ്. തന്റെ പാപങ്ങൾക്കും പരാജയങ്ങൾക്കും ഇടയിലും ദൈവകൃപ അദ്ദേഹത്തെ യഥാസ്ഥാനപ്പെടുത്തുകയും അദ്ദേഹം ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായി മാറുകയും ചെയ്തു. നാം ദൈവത്തെ ആത്മാർത്ഥമായി അന്വേഷിക്കുമ്പോൾ നമ്മുടെ തെറ്റുകളെക്കാൾ വലുതാണ് ദൈവകൃപ എന്നും അതിന് നമ്മുടെ ജീവിതത്തെ പുതുക്കുവാനും രൂപാന്തരപ്പെടുത്തുവാനും കഴിയുമെന്നും ഇത് നമ്മെ പഠിപ്പിക്കുന്നു. നിങ്ങളുടെ പ്രയാസങ്ങൾ എന്തുതന്നെയായാലും, ഭയമോ സംശയമോ ബലഹീനതയോ, ദൈവകൃപ മതിയാകുന്നതാണെന്ന് ഓർക്കുക. അത് നിങ്ങളെ ബലപ്പെടുത്തുകയും വഴിനടത്തുകയും ക്രിസ്തുവിൽ വിജയകരമായ ഒരു ജീവിതം നയിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. അവനിൽ വിശ്വസിക്കുകയും ദിവസവും അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുകയും ചെയ്യുക. എഫെസ്യർ 2:8 ഇപ്രകാരം പറയുന്നു: കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. തീത്തോസ് 2:11 ഇപ്രകാരം പറയുന്നു: സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. റോമർ 5:20 ഇപ്രകാരം പറയുന്നു: എങ്കിലും പാപം പെരുകിയെടുത്തു കൃപ അത്യന്തം വർദ്ധിച്ചു. നമുക്ക് പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കാം. പിതാവേ, അങ്ങയുടെ അത്ഭുതകരമായ കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ ശക്തിയിൽ ആശ്രയിക്കുവാനും കരുണയിൽ വിശ്വസിക്കുവാനും മറ്റുള്ളവരുമായി അങ്ങയുടെ സ്നേഹം പങ്കുവയ്ക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഇന്നും എന്നേക്കും അങ്ങയുടെ കൃപ ഞങ്ങളുടെ ജീവിതത്തിൽ ഒഴുകുമാറാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. അയനദബ ഗനഗ്രേസ് വിത്ത് നവഹേൽ എന്നോടൊപ്പം ചേർന്നതിന് നന്ദി. ദൈവകൃപ ശക്തവും നമ്മെ നിലനിർത്തുന്നതും രൂപാന്തരപ്പെടുത്തുന്നതുമാണെന്ന് ഓർക്കുക. അവനിൽ വിശ്വസിക്കുന്നത് തുടരുക. അവിടുത്തെ സ്നേഹം നിങ്ങളുടെ ചുവടുകളെ വഴിനടത്തട്ടെ. അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കുക. അവിടുത്തെ വചനം നിങ്ങളുമായി വീണ്ടും പങ്കുവയ്ക്കാൻ ഞാൻ കാത്തിരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിനു സ്തുതി.